ഈ ശബരിമല വഴി ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ തരത്തിലും പാളുകയാണ്. ഇത് ഒന്നാമത് മനസ്സിലാക്കേണ്ടത് സ്വർണത്തിന്റെ കനമല്ല. സ്വർണത്തിന്റെ കിലോ കണക്കല്ല. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. വിശ്വാസമാണ് അവിടെ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. അതായത് പാർട്ടിയിൽ ഈ വിഷയത്തിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇടത് സർക്കാരിൽ വെച്ചിരിക്കുന്ന വിശ്വാസമാണ് തകർന്നിരിക്കുന്നത്. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൽ പാർട്ടിയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും എൻ വാസു ഇപ്പോൾ പാർട്ടിയുടെ ആരുമല്ല എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല. എൻ വാസു വന്നതും എൻ വാസുവിന് എല്ലാ ചുമതലകളും ലഭിച്ചതും പാർട്ടിയുടെ ആളായിട്ട് തന്നെയാണ്. ഇപ്പോൾ ചുമതലയുണ്ട് എന്നുള്ളതല്ല. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ ഒരു അംഗത്തെക്കുറിച്ചാണല്ലോ. ഇന്ന് രാജു എബ്രഹാം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് കേട്ടോ. ഗവൺമെന്റ് നിലപാട് CPM, ഗവൺമെന്റ് നിലപാട് സർക്കാർ, പാർട്ടി നിലപാട് CPM പറയുന്നുണ്ട്. SIT അന്വേഷണത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്നത് ഉദ്യോഗസ്ഥരുള്ളവരായാലും രാഷ്ട്രീയ രംഗത്തുള്ളവരായാലും സഹായിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയ രംഗത്തുള്ള ആരൊക്കെയോ കുറിച്ച് സൂചനകൾ കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും രാജു എബ്രഹാമിന്റെ പ്രതികരണം അതായിരുന്നു. എന്തായാലും വലിയ പ്രതിരോധത്തിലാകുന്ന ഒരു വിഷയം തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഭൂരിപക്ഷ വോട്ടുറപ്പിക്കാനുള്ള അവസാന ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളാപ്പള്ളിയുടെ വർഗീയത അങ്ങനെ നടന്നു പോകട്ടെ എന്ന് കരുതുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്, ഈ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നത്. ഇതിവിടം കൂടി നിൽക്കില്ല എന്നുള്ള സൂചനകൾ നമ്മുടെ പ്രതിനിധികൾ തന്നെ വിവരങ്ങളായി തന്നുകൊണ്ടിരിക്കുകയാണ്. കടകംപള്ളിയിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ പ്രശ്നമാകും. പാർട്ടിയെ സംബന്ധിച്ച് വലിയ പത്മവ്യൂഹത്തിൽ തന്നെയാണ്